ഇതിന്റെ ഒരു ലിസ്റ്റ് തരുന്നുണ്ട്. ലിസ്റ്റ് തരുന്ന സ്ഥലങ്ങളിൽ കള്ള ടാക്സിയുടെ നമ്പർ അവരാണ് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് RTO ഉദ്യോഗസ്ഥൻ ഒരു കാറ് കണ്ടിട്ട് കള്ള ടാക്സി പറയാൻ ഒക്കത്തില്ല. അപ്പൊ ഈ ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും തരുന്ന ലിസ്റ്റുണ്ട്. അതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് അതിനെ കൊണ്ട് പരമാവധി പിടിപ്പിക്കുകയാണ്. ഇനി തന്നാലും പിടിപ്പിക്കും, എവിടെ തന്നാലും പിടിപ്പിക്കും. കള്ള ടാക്സി ഓടുന്നുണ്ട്. വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ സൈക്കിളും കള്ള ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്. അപ്പൊ അതൊരു ഡ്രൈവ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മോട്ടോർ സൈക്കിളെല്ലാം പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വർക്കലയിലുള്ള ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും, ഈ ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരാണ് ഈ പരാതി തരുന്നത്. അവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ എവിടെയാണ് ഓടുന്നത്. വ്യാപകമായി ലിസ്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ച് വണ്ടി പിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റെന്റക്കാറിന് ഒരു രജിസ്ട്രേഷൻ രീതിയുണ്ട്. അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് റെന്റക്കാർ നടത്താം. അല്ലാതെ നടത്തിയാൽ നടപടിയെടുക്കും. അതെ, ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പരിചയക്കാലത്ത് നിന്ന് വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഓടിച്ചു പോകും. ചോദിക്കുമ്പോൾ എന്റെയാന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അവരെ പിടിക്കും? എങ്ങനെ പിടിക്കും നമ്മൾ? കാരണം വെച്ചാൽ ഒരാൾ പറയണത് ഇത് എന്റെ കൂട്ടുകാരന്റെ വണ്ടിയാ, ഓടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്റെ ബ്രദറിന്റെ വണ്ടിയാ, ഓടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ വണ്ടി നിർത്തിയിട്ട് നിങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളാണ്, അത് അപമാനിച്ചു എന്ന് പറയില്ലേ അവസാനം? അങ്ങനെയൊക്കെ അപ്രായോഗികമായി, അതായത് എൻഫോഴ്സ് ചെയ്യാൻ അപ്രായോഗികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ച് ഒരു ലേഡി പോവാണ്, നിങ്ങൾ ഈ വണ്ടി റെന്റക്കാരാണോ എന്ന് ചോദിച്ചാൽ അവരെ അപമാനിച്ചു എന്ന് പറയും. അപ്പൊ അങ്ങനെ എല്ലാ വണ്ടിയും കയറി പിടിക്കാനൊക്കെ അതില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ പിടിക്കാൻ ഏർപ്പാട് ചെയ്തു. ചിലർ അറിയിക്കും ഇന്ന ആൾ സ്ഥിരമായി വണ്ടി റെന്റക്കാർ കൊടുക്കും. നമുക്കറിയാലോ, ഇപ്പൊ ലോക്കലായിട്ട് ഇവിടെ ആരാണ് കൊടുക്കുന്നത്, ഒരു 4-5 വണ്ടി വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പിടിക്കും. റെന്റക്കാർ ബോർഡ് വെച്ച് ഓടിച്ചോട്ടെ, കുഴപ്പമില്ല. റെന്റക്കാരന് ഒരു കറുപ്പിൽ വെള്ള അക്ഷരമുള്ള ബോർഡ് വെക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ഓടിക്കുന്നൊരു കുഴപ്പമുണ്ട്. വൈറ്റിലെ കുഴി കഴിക്കാനുള്ള പ്ലാൻ റെഡിയായി വരുന്നുണ്ട്. ഉടനെ കഴിക്കും. വൈറ്റിലെ കുരു കഴിക്കും. അങ്ങനെ പ്ലാൻ റെഡിയായിട്ടുണ്ട്. എനിക്കൊരു പ്രാഥമിക സ്കെച്ച് ഞാൻ തന്നെയാണ് തയ്യാറാക്കിയത്. ഒരു പ്രാഥമിക സ്കെച്ച് RTOക്കാരൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യണം. നമ്മൾ ആ സൈറ്റിൽ നിന്ന് നമ്മുടെ ഓരോ സ്ഥലത്തും ചെയ്തതുപോലെ, ആലുവ ചെയ്തതുപോലെ എല്ലാ സ്ഥലത്തും സൈറ്റിൽ വന്ന് ആ വണ്ടികളിലെ അപ്പുറത്തെ ഒരു മൂവ്മെന്റ് നോക്കിയിട്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും വൈറ്റിലെ കുരു കഴിക്കും. ഇടപ്പള്ളിയിലെ കുരു കഴിക്കുമെങ്കിൽ വൈറ്റിലെ കുരു കഴിക്കും. കൊടുക്കും. ഒരു ഇച്ചിരി സമയം കൊടുത്താണ്. അത് നില മെച്ചപ്പെടുകയും ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു സഹകരിച്ചു. അപ്പൊ അതിനെ എന്നും അങ്ങനെ സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എനിക്ക് അപ്രൂവൽ തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്ന നിർദ്ദേശം അനുസരിച്ച് ഏതായാലും അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കെങ്കിലും, ഞാൻ ഈ മാസം തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. ചില പേപ്പർ വർക്കിന്റെ ഒരു താമസത്തിലാണ് വന്നത്. കൊടുക്കും. അതിനുവേണ്ടി സമരം ചെയ്യണ്ട. കിട്ടുമെന്നറിഞ്ഞിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കിട്ടുമെന്ന് അറിയിക്കുമ്പോൾ അത് കണ്ടേച്ചു വന്ന് സമരം ചെയ്യണ്ട. അത്തരം സമരങ്ങൾ ഒരു ഭംഗിയില്ല. കിട്ടാത്ത കാര്യത്തിലല്ലേ നമ്മൾ സമരം ചെയ്യേണ്ടത്? അതെ, അല്ല, കിട്ടാത്ത കാര്യത്തിന് സമരം ചെയ്യാം. പക്ഷെ കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യത്തിന് സമരം ചെയ്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ പരിഹാസപാത്രമാക്കരുത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. നന്നല്ല. ജീവനക്കാർക്ക് നന്നായിട്ട് അറിയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യും. ഈ സർക്കാർ അത് ചെയ്യുമെന്ന് ജീവനക്കാർക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് കൊടുത്തു, ആദ്യം കൊടുക്കുമെന്ന് പറഞ്ഞ് അത് കൊടുത്തിരിക്കും എന്നുള്ള കാര്യം എന്നെക്കാൾ കൂടുതൽ ജീവനക്കാർക്ക് വിശ്വാസമുണ്ട്. ഈ സർക്കാർ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ചെയ്യും, ഒരു സംശയവും വേണ്ട. അതിന് ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു, അത് ദൂരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കുറച്ചുകൂടെ സമയം നടക്കേണ്ടതാണ്, 1 മാസം വരെ നടക്കേണ്ടതാണ്. പക്ഷെ പല ഈ കാര്യങ്ങളല്ലേ, സർക്കാർ കാര്യം മുറ പോലെ വെച്ചിട്ട് സമയം എടുക്കും. നടക്കും, എന്തായാലും ഉറപ്പായിട്ടും നടക്കും.